ദൈവത്തിന്റെ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സംഗീതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്തൃദാസന്മാർ ഏവർക്കും പ്രജയായ യേശുവിന്റെ സ്ഥാപിച്ച സത്യമായ നാമത്തിൽ സ്നേഹവന്ദനം ആരോട് അറിയിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇവിടെ ഒരുമിച്ച് എനിക്ക് പങ്കെടുക്കുവാൻ ദൈവവചനമായി നിൽക്കുവാൻ ഞാൻ കർത്താവ് നൽകിയ അല്ലെങ്കിൽ ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ പ്രസിഡന്റ് റീജിയൻ പ്രസിഡന്റുമായിരിക്കുന്ന കർത്താവദാസൻ ഓർക്കാൻ വളരെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തന്റെ സേവനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെയും അദ്ദേഹത്തെ അനുഗ്രഹിച്ച ഇന്നത്തെ സഭയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുമാറാകട്ടെ കേട്ട് ഞാൻ ആഗ്രഹിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സ്തോത്രം. സുവിശേഷകനും അനുഗ്രഹിച്ച ഗായകനുമായ പ്രസ്ഥാനം പിടിക്കാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സ്പീക്കർമാർക്ക് വേണ്ടി അദ്ദേഹത്തിനെ കാണാൻ എനിക്ക് സന്തോഷമുണ്ട്. സ്വന്തം വന്ദനം പറയുന്നു. സഭയിലെ പ്രിയർക്കാന കുടുംബം. അതുപോലെ ഞാൻ മുമ്പ് ശുശ്രൂഷിച്ചിരുന്ന ഇടത്തറ സഭയിലെ പ്രധാനമായിരിക്കുന്ന ബിജു കുടുംബം, വേനു കുടുംബം അവരെ ഓർക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഒരുമിച്ച് ദൈവത്തെ അനുഗ്രഹിക്കുന്ന ആരാധനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആ മുഖങ്ങൾ പലരുണ്ട്, പറയാൻ സമയമില്ലല്ലോ. ദൈവത്തിന്റെ സ്തോത്രം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ പേര് ദൈവദാസ് പ്രവർത്തിച്ചു ഫിലിപ്പ് ജിജി ഫിലിപ്പ് നടക്കുന്ന സഭയിൽ കുമ്പനാട് സെന്ററിൽ സോദര ജനപ്രിയ സഭയിൽ ശുശ്രൂഷകനായിരുന്നു. 82 ദൈവസഭയിലേക്ക് പുറത്തുള്ള സഭയിൽ വരുവാൻ ദൈവം സഹായിച്ചു. 84 മുതൽ 87 വരെ ദൈവജനം പഠിച്ചു. 87 മുതലുള്ള 25 വർഷം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ യുദ്ധത്തിലും പാട്ടിലും പലർക്കും കുടുംബമായി കർത്തൃവേദിയിൽ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മൂത്തമോൻ ഡിഗ്രിക്ക് ശേഷം മലക്കാട് സ്പേസ് തിയോളജി ബിഡിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. മോള് ഇങ്ങനെ മംഗലാപുരത്ത് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഓർപ്പിക്കുന്നു. വളരെ ചുരുങ്ങിയ ദിവസങ്ങളിലേക്കാണ് ഞാൻ ഇവിടെ വന്നത്. 1 മാസത്തെ രക്ഷിക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രാവിലെ ഇങ്ങനെയുള്ളതായ മീറ്റിംഗ് സംബന്ധിക്കാൻ സമയമില്ലാഞ്ഞിട്ടും ദൈവദാസൻ ക്രമീകരണങ്ങൾ ചെയ്തത്. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് എല്ലാ ആളുകളിലും നമ്മെ അനുഗ്രഹിക്കേണ്ട ദൈവത്തിന്റെ സ്തോത്രം. ആ സന്തോഷങ്ങൾ ദൈവദാസത്തിന്റെ ആധാരമായി പുരോഗതിയാകെ 4-ാമധ്യായം 12-ാം വാക്യമായി നിങ്ങളിൽ ഒരുത്തനായി കർത്താവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം ഉള്ളവരായിരിക്കുകയും അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്കായി പോരാടുന്നു. ദൈവത്തിന്റെ ദാസനായ എപ്പഫ്രാസ് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 കാര്യങ്ങളാണ് പ്രധാനമായ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കുന്നത്. 1, നിങ്ങൾ തികഞ്ഞവരാകണം. 2, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും നിങ്ങൾ പൂർണ്ണ നിശ്ചയം ഉള്ളവരാകണം. ദൈവത്തിന്റെ സ്തോത്രം. 2ാമത്തെ കാര്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ പരിമിതമായ എന്റെ സമയത്തിനുള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും ദൈവമക്കൾ പൂർണ്ണ നിശ്ചയമുള്ളവരാകണം എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അവനോട് അപേക്ഷിച്ചാൽ അവൻ നമുക്കത് നൽകും എന്നുള്ളത് അവനിൽ നമുക്ക് ധൈര്യമായിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ ഇഷ്ടപ്രകാരം നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകിത്തരുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി ആ വേദഭാഗത്തെ മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളും ദൈവഹിതം വ്യക്തമായി അറിയാതെ, തിരിച്ചറിയാതെ നമ്മുടെ വ്യക്തിപരമായ താല്പര്യ സംരക്ഷണത്തിനായിട്ട്, ആവശ്യങ്ങൾക്കായിട്ട് നാം പലപ്പോഴും ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനകൾക്കൊന്നുമേ ദൈവം മറുപടി നൽകുന്നില്ല എന്നുള്ളതും നാം ഇന്ന് പകൽ അറിയേണ്ടതാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ പല വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതിരുന്നത്?
കഴിയും. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, അവന്റെ ഹിതപ്രകാരം നാം പ്രാർത്ഥിച്ചില്ല. തന്മൂലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകിയില്ല എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തന്റെ ജഡത്തിലുള്ള ശൂലം മാറുവാൻ 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു. 3 പ്രാവശ്യവും ഒരേ മറുപടിയാണ് ലഭിച്ചത്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു, വെളിപ്പാടുകളുടെ യാചിക്കത്താൽ ഞാൻ അതിനായി നിലച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിൽ എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ ദൈവം വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഇത്രമാത്രം വെളിപ്പാടുകൾ പ്രാപിച്ച മറ്റൊരു കർത്തൃദാസനെ തിരുവനന്തപുരത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവദാസൻ പറയുന്നു, വെളിപ്പാടുകളുടെ യാചിക്കത്താൽ ഞാൻ അതിയായി നിലച്ചു പോകാതിരിക്കേണ്ടതിനാണ് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ ദൈവം വെച്ചിരിക്കുന്നത്. ഇത് മാറാനായിരുന്നു താൻ പ്രാർത്ഥിച്ചത്. എന്നാൽ ദൈവം തന്നോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതിയെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 14 സംവത്സരത്തിന് മുമ്പ് ക്രിസ്തുവിന്റെ മനുഷ്യനെ എനിക്കറിയാമെന്ന് താൻ തന്നെ പറയുന്നു. 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടവനാണവൻ. ശരീരത്തോടുകൂടെയോ അല്ലാതെയോ എന്ന് ഞാൻ അറിയുന്നില്ലെന്ന് തന്നെക്കുറിച്ച് തന്നെ താൻ പറയുന്നു. സ്തോത്രം. നമുക്കറിയാം, നമ്മളാരെങ്കിലും ചെറിയ സ്വപ്നമോ ദർശനമോ കണ്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറയാൻ നമ്മൾ വളരെ വ്യക്തതയുള്ളവരായിരിക്കും. എന്നാൽ അപ്പോസ്തലൻ ദൈവിക വെളിപ്പാടുകൾ പ്രാപിച്ച അനുഗ്രഹീതനായ ദൈവഭൃത്യൻ, 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട അനുഗ്രഹീത ദൈവഭൃത്യൻ 14 വർഷം ഈ കാര്യം മറച്ചു വെച്ചിട്ട് ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഓർമ്മിപ്പിക്കുന്നു, 14 സംവത്സരത്തിന് മുമ്പ് ക്രിസ്തുവിന്റെ മനുഷ്യനെ എനിക്ക് അറിയാമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ഇത്രമാത്രം വെളിപ്പാട് പ്രാപിച്ച ഈ ദൈവഭൃത്യൻ ദൈവസഭയിൽ നിന്ന് വീണു പോകാതിരിപ്പാൻ, ദൈവസഭ ചോർന്നു പോകാതിരിപ്പാൻ സ്തോത്രം ദൈവത്താൽ അനുവദനീയമായ ഈ സ്തോത്രം അല്ലെങ്കിൽ ദൈവം നമ്മളെ വെച്ചിരിക്കുകയാണ്. ഇതിനെത്ര ഉപസിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും മറുപടിയില്ല. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മള് വിഷമിക്കേണ്ട കാര്യമല്ല. ദൈവം അറിഞ്ഞുകൊണ്ട് ചിലത് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നത് ഞാനും നിങ്ങളും ദൈവകൃപയിൽ നിന്നും വീഴാതിരിക്കേണ്ടതിന്, നമ്മുടെ ദൈവകൃപ ചോർത്തുപോകാതിരിക്കേണ്ടതിന്, നാം കൃപയിൽ തന്നെ നിലനിൽക്കേണ്ടതിന് ദൈവത്താൽ ഹല്ലേലൂയ അങ്ങനെ ക്രമീകൃതമായി ദൈവം വെച്ചിരിക്കുന്ന പ്രതികൂലമാണെന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ലോകത്തിൽ വന്നത് സ്തോത്രം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭരിക്കാൻ വന്നതാണ്. വീണ്ടെടുക്കാനാണ്, രക്ഷിക്കാനാണ് എന്നുള്ളത് ശരിയാണെങ്കിലും മരണത്തോടനുബന്ധിച്ചാണതല്ല. മരണത്തിന് ശേഷമാണ് ഹല്ലേലൂയ വീണ്ടെടുപ്പ്, മരണമുഖാന്തരമാണ് ലഭിച്ചത്. ഭരിക്കുവാനായി ഈ ലോകത്തിലേക്ക് വന്ന കർത്താവ് സ്തോത്രം പിതാവിന്റെ ഇഷ്ടപൂർത്തീകരണത്തിനായി ശുശ്രൂഷയുടനീളം വളരെ വ്യക്തമായി ശ്രദ്ധിച്ചിരുന്ന, ശുശ്രൂഷയിൽ വ്യക്തമായി ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം, ഞാൻ എന്റെ ഇഷ്ടമല്ല ചെയ്യുന്നത്, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടമൊക്കെ ഞാൻ പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ദാസനായ സ്തോത്രം അല്ലെങ്കിൽ പിതാവിന്റെ സ്തോത്രം പുത്രനായ യേശു ക്രിസ്തു, നമ്മുടെ വീണ്ടെടുക്കുവാൻ രക്ഷിതാവുമായ യേശു ക്രിസ്തു, ദൈവത്തിന്റെ സ്തോത്രം ഒരിക്കൽ അറിയാതെ, ദൈവഹിതം അറിയാതെ പ്രാർത്ഥിച്ചുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങള് എന്നോട് വിഷമിക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യത്തിൽ അതുണ്ട്. വായിക്കാൻ പാടില്ല. ലൂക്കോസ് 22:42 പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണം. ഹല്ലേലൂയ. സകല മാനവജാതിയുടെയും പാപമെന്ന ക്രോധമദ്യം പാനം ചെയ്യാൻ നേരം സ്തോത്രം ഹല്ലേലൂയ താൻ വളരെ പരിശീലനായി സ്തോത്രം ദൈവത്തോട് ദൈവം അറിയാതെ പറഞ്ഞുപോയി, പ്രാർത്ഥിച്ചുപോയി, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണം. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഈ സുവിശേഷത്തിൽ മാത്രമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറയുള്ളൂ. മറ്റ് സുവിശേഷങ്ങളിൽ കഴിയുമെങ്കിൽ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകണമെന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ഒരു കാര്യം, കർത്താവിന് കഴിയാനല്ല, പിതാവിന് കഴിയാനല്ല. പക്ഷേ ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ അത് മാറ്റാൻ പിതാവിന് മനസ്സില്ല. ദൈവത്തിന്റെ സ്തോത്രം. സഹോദരന്മാരെ എത്ര പേര് ഹല്ലേലൂയ ഈ കാര്യം മനസ്സിലാക്കുന്നുണ്ട്? ദൈവത്തിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും.
പൂർത്തീകരിക്കാനാണ്. ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതിന് ദൈവം നൽകാതിരിക്കുന്നു. അതിനായി കടകളിലേക്ക് നമ്മൾ സ്തോത്രം ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വേഗത്തിൽ ആ പ്രാർത്ഥന തിരുത്തി. സ്തോത്രം. എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചത് അങ്ങനെ തെറ്റായി പോയി. ദൈവഹിതത്തിനനുസരിച്ചല്ലെന്ന് ആ പ്രാർത്ഥനയിൽ തന്നെ ആ വാക്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ബോധ്യമായി വേഗത്തിൽ തിരുത്തി പിതാവിന്റെ ഇഷ്ടത്തിനായി സമർപ്പിച്ചു. 43-ാം വാക്യം വളരെ പ്രസക്തമാണ്. ഉടനെ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ആരെ ശക്തിപ്പെടുത്താനാ? സ്തോത്രം. ദൈവഹിതത്തിനായി പൂർണ്ണമായി സമർപ്പിച്ച കർത്താവിനെ ശക്തിപ്പെടുത്തുവാൻ പിതാവായ ദൈവം ഹല്ലേലൂയ തന്റെ ദൂതനെ അവന്റെ അടുക്കലേക്ക് അയച്ചു. ദൈവത്തിന് സ്തോത്രം. ഭാരമാത്രം മാറ്റുന്ന പരിപാടിയല്ല. ഹല്ലേലൂയ. ഈ ഭാരമാത്രം ഭാരം ചെയ്യുവാൻ ആവശ്യമായ ദൈവിക ശക്തിക്കായി ദൈവകൃപയ്ക്കായി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൂതനെ ദൈവം അയച്ചു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവകൃപ അവന്മേൽ പകർന്നു. അവനെ ശക്തിപ്പെടുത്തുവാൻ ദൂതനെയും അയക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ കുഷ്ഠരോഗിയുടെ മനുഷ്യൻ വന്ന് കർത്താവിന്റെ പാദപീഠത്തിൽ വീണ് പറയുന്നു, സ്തോത്രം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ചോദിച്ചു, എനിക്ക് മനസ്സുണ്ടെങ്കിലെന്നോ? എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മനസ്സുണ്ടെങ്കിലേ ഹല്ലേലൂയ ശുദ്ധമാക്കാൻ കഴിയൂ എന്ന് ആ മനുഷ്യന് വ്യക്തമായ തിരിച്ചറിവുണ്ടായിരുന്നു. പലപ്പോഴും ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവില്ലാത്തതുകൊണ്ട് വളരെ പരാജയത്തിലേക്ക് നാം പോകുന്നു എന്നുള്ളത് സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. സിഗ്ലാഗ് ആക്രമിച്ചു. അമാലേക്കിൽ വന്ന് സിഗ്ലാഗ് ആക്രമിച്ചു. ദാവീദിനോടും കൂടെ ഉണ്ടായിരുന്നവരുടെയും ഭാര്യമാരെയും അതേ കുഞ്ഞുങ്ങളെയും ആടുമാടുകളെയും എല്ലാം അവർ പിടിച്ചുകൊണ്ട് പോവുകയും അവർ താമസിച്ചിരുന്ന ആ പ്രദേശത്തെ കൂടാരം അവർ തീവച്ച് ചുട്ടുകളയുകയും ചെയ്ത കാര്യം നമുക്കറിയാം. വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. വളരെ പ്രതികൂലത്തിൽ വളരെ നിരാശയിൽ അവരെല്ലാവരും സഹോദരന്മാര് തിരിച്ചു വന്ന് എല്ലാവരും കരഞ്ഞ സമയത്ത് തന്നെ എറിയുവാനായി കല്ല് കൈകളിലെടുത്ത അവരെ കല്ലെറിയണമെന്ന് അവര് ആഗ്രഹിച്ച് അതിനുവേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ ദാവീദ് അത് പ്രതികരിച്ചില്ല. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഈ ധൈര്യം എന്തിനായിരുന്നു? 7-ാം വാക്യത്തിൽ കാണുന്നു. ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പുരോഹിതനോട് ആജ്ഞാപിച്ച് അല്ലെങ്കിൽ ഏഫോദ് കൊണ്ടുവന്ന് ദൈവഹിതമാരാഞ്ഞു. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നീ ഈ പരീക്ഷയെ പിന്തുടരുക, നീ എത്തിപ്പിടിക്കും, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും, ഒന്നും നഷ്ടമായില്ല എന്ന് വ്യക്തമായി തിരിച്ചറിയും എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ തന്നോടൊപ്പമുള്ള സഹോദരന്മാർ എല്ലാവരും തനിക്കെതിരായി തിരിഞ്ഞപ്പോൾ ദൈവമെന്നെ അറിയണം. ദാവീദ് അഭിഷേകമുള്ളവൻ, ദൈവകൃപയുള്ളവൻ, ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ആ ധൈര്യം ദൈവഹിതത്തിനായിട്ട് തന്നെ ഉപയോഗിച്ചു. നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചതിനെ മുഴുവൻ തിരികെ കൊണ്ടുവരുവാനിടയായി. അമാലേക്കിൽ മറ്റു ദേശങ്ങൾക്ക് കൊള്ളയടിച്ചു കൊണ്ടുവന്നതുകൂടെ ഇവർക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവഹിതം തിരിച്ചറിഞ്ഞാൽ വളരെയേറെ അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു വേദഭാഗങ്ങൾ നോക്കാം. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കണ്ട, ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. അവിടെ ഹല്ലേലൂയ യോസേഫിന്റെ സഹോദരന്മാർ അഥവാ യാക്കോബിന്റെ മക്കൾ കടന്നു വന്ന് യോസേഫ് ജീവനോടെ ഇരിക്കുന്നു എന്നറിയിച്ചു. മാത്രമല്ല അവൻ മിസ്രയീം രാജ്യത്തിലൊക്കെയും അധിപതിയായിരിക്കുന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ യാക്കോബിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ സ്തംഭിച്ചുപോയി. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇത് തന്നെയാണെന്ന് പറഞ്ഞത്, നിന്റെ മകൻ യോസേഫ് ഹല്ലേലൂയ ദുഷ്ടവർഗത്താൽ ചീത്തപ്പെട്ടിരിക്കുന്നു. അവന്റെ വസ്ത്രം കൊണ്ടുവന്ന് ചോര പുരട്ടി വസ്ത്രം കൊണ്ടുവന്ന് അപ്പനെ കബളിപ്പിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന് തന്നെ ഇപ്പം പറയുന്നു യോസേഫ് ജീവനോടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമെന്ന് അന്ന് പറഞ്ഞവൻ ഇപ്പോൾ സംഭവിച്ച് ഹല്ലേലൂയ വിശ്വാസമില്ലാത്തവനായിരിക്കുമ്പോൾ
സ്തോത്രം യോസഫായിട്ട ഇസ്രായേലിൽ നിന്ന് നയിക്കപ്പെട്ട രഥം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചൈതന്യം വന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ മകൻ, ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച എന്റെ മകൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, അവനെ രഥത്തിൽ കയറി എത്രയും വേഗം എനിക്ക് അവന്റെ അടുക്കിലേക്ക് പോകണം എന്ന താല്പര്യത്തോടുകൂടെ ഹല്ലേലൂയ എനിക്ക് ചൈതന്യം വന്നിട്ട് ക്ഷാമത്തിന്റെയും കഷ്ടത്തിന്റെയും വേദനയുടെയും അവസ്ഥയിൽ ചൈതന്യം നഷ്ടപ്പെട്ടിരുന്ന ഇദ്ദേഹത്തിന് യോസഫായിട്ട് രഥം കണ്ടപ്പോൾ ചൈതന്യം വന്നു. ചാടി അതിൽ കയറി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു അല്പ നിമിഷങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി ബേർശേബയിൽ എത്തിയപ്പോഴാണ് തനിക്കൊരു ഉത്ബോധമുണ്ടായത്. രഥം അവിടെ നിർമ്മിച്ചു. താൻ താഴെ ഇറങ്ങി തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു. പോകുന്നതിന് മുമ്പ് ഇതാകാമായിരുന്നു. എന്നാൽ പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ ഒരു തിരിച്ചറിവുണ്ടായത്. ഞാൻ എവിടോട്ടാ പോകുന്നത്? ഞാൻ ഇസ്രായേലിലേക്കാണ് പോകുന്നത്. ഇത് ദൈവഹിതമാണോ എന്നറിയേണ്ടതിന് ജനത്തിൽ താഴെ ഇറങ്ങി ദൈവത്തെ ആരാധിച്ച് ആരാധന ചോദിപ്പാനിടയായി. യാത്രി ദർശനങ്ങളിൽ നമ്മള് 46 അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ യാത്രി ദർശനങ്ങളിൽ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു, പേര് ചൊല്ലി വിളിച്ചു. കാരണം ദൈവത്തോട് പറയുന്ന 3-4 കാര്യമുണ്ട്. ഒന്ന്, നീ ഇസ്രായേലിലേക്ക് പോകാൻ ഭയപ്പെടണ്ട. നിങ്ങൾ എടുത്തു വായിക്കാം. ഇസ്രായേലിലേക്ക് പോകാൻ ഭയപ്പെടണ്ട. അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. ഞാൻ നിന്നോടുകൂടെ പോയി. മൂന്നാമത്തെ കാര്യം, 4, ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണ് തിരിഞ്ഞടയ്ക്കും എന്നാലും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അല്ലെങ്കിൽ നമ്മള് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് പോകാൻ ആരംഭിക്കുമ്പോൾ ദൈവഹിതം നമ്മള് ആരായിരുന്നു നല്ലതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവശബ്ദമുണ്ടായി, നീ ഇസ്രായേലിലേക്ക് പോകാൻ ഭയപ്പെടണ്ട, ഞാൻ നിന്നെയോട് വലിയ ജാതിയാക്കും, പിന്നെ ഞാൻ നിന്നോടുകൂടെ പോരും. അങ്ങനെയാണെങ്കിൽ ചാടിക്കേറി ചൈതന്യം വന്ന് ചാടിക്കേറി ജലത്തിൽ കയറി പുറപ്പെട്ട സമയത്ത് ദൈവം അദ്ദേഹത്തോടുകൂടെ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നോടുകൂടെ പോരുമെന്ന്. ദൈവഹിതം ആരാധിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിനായി ഹല്ലേലൂയ കാത്തിരിക്കുകയും ചെയ്ത ദൈവഭക്തനായ യാക്കോബിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നോടുകൂടെ പോരും. പെട്ടെന്നല്ല, ഒതുക്കണമെന്നല്ല, ഞാൻ നിന്നോടുകൂടെ പോരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ഞാൻ വലിയ ജാതിയാക്കും. സ്തോത്രം. യോസഫ് തന്നെ നിന്റെ കണ്ണ് തിരികെ അടയ്ക്കുമെന്നും പറയുവാനിടയായ ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതൊന്ന് തിരിച്ചറിയണമെന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. ദൈവഹിതത്തിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിനകത്തൊരു നന്മയുണ്ട്. ഒന്നുകൂടെ മുന്നിൽ പറഞ്ഞാൽ അതിനകത്തേ ഉള്ളൂ സ്ഥായിയായ നന്മ. അത്യന്തം താൽക്കാലികമാണ്. ദൈവഹിതത്തിനകത്ത് സ്ഥായിയായ നന്മയുണ്ട്. കാരണം ഹല്ലേലൂയ, അത് പ്രസാദമാണ്, ദൈവത്തിന്റെ പ്രസാദമാണ്. 3, അത് പൂർണ്ണതയുള്ളതാണ്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്ന് ഇന്നതൊന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി നമുക്ക് രൂപാന്തരപ്പെടാം. എപ്പോൾ പ്രാർത്ഥിക്കുന്നു, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും നിങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവഹിതം ആരാധനയുവാൻ, ദൈവഹിതത്തിനായി സമർപ്പിച്ചുകൊടുക്കുവാൻ, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയും വരെ ഹല്ലേലൂയ ദൈവപ്രവൃത്തിക്കായി മൗനമായി കാത്തിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയട്ടെ. വെളുക്കത്തിലൊന്നും ചെയ്ത് അല്ലെങ്കിൽ പരാജയപ്പെടുവാൻ ഇടയാകാതെ ദൈവഹിതത്തിനായി വെയിറ്റ് ചെയ്യാം, ദൈവഹിതത്തിനായി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ.